സജീഷുമായിട്ട് അക്കാര്യത്തിൽ തർക്കിക്കുന്നില്ല. കാരണം അദ്ദേഹം, ഞാൻ വിചാരിച്ച ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ ഞങ്ങളെ വല്ലാതെ അങ്ങ് അറ്റാക്ക് ചെയ്ത് കളയുമെന്നാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ തർക്കിക്കാനേ ഇല്ലെന്ന്. എന്തൊരു ദൈന്യതയാണ്! ഇല്ലാത്ത വിജ്ഞാപനം എങ്ങനെയാ സജീഷ് റദ്ദാക്കാൻ പറ്റുക? എം.വി. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയാണ് നിങ്ങളുടെ പാർട്ടിയുടെ. അദ്ദേഹം പറഞ്ഞത് എന്താ? നേരത്തെ നിന്നുപോയതാണ് ഇപ്പൊ പൂർണ്ണമായും എന്ന് പറഞ്ഞാൽ നിലവിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതാണ് റദ്ദാക്കിയത്. നിങ്ങൾക്കിത് മനസ്സിലാകില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ്. നിങ്ങൾ പറയുന്ന മൊത്തം നുണയാണ്. നിങ്ങൾ ന്യായീകരിക്കാൻ ഇപ്പോഴും അതിദരിദ്രം ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതാണ് ഏറ്റവും വലിയ അതിദാരിദ്ര്യം. നിങ്ങൾ ഇപ്പോഴും അതിദാരിദ്ര്യത്തിൽ തന്നെയാണ് ആശയപരമായിട്ട്. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ നവകേരള സൃഷ്ടി നടത്തുകയാണ് അത്രേ. ഈ ചർച്ചയിലിരിക്കുന്ന പാവപ്പെട്ട വീട്ടമ്മയെ അടക്കം നാട്ടുകാർ മുഴുവൻ മെക്കെട്ട് കയറി തല്ലി ജയിലിലിട്ട് കേസിൽ പ്രതിയാക്കി ജീവിതമാർഗം നശിപ്പിച്ച് ഭൂമി കണ്ടുകെട്ടുന്നുള്ള ശ്രമങ്ങൾ നടത്തി മഞ്ഞക്കുറ്റിയിട്ടതാണോ നവകേരള സൃഷ്ടി? ആ സൃഷ്ടി വേണ്ടെന്നാണ് നാട്ടുകാർ തീരുമാനിച്ചത്. അത് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക്. ഇനി നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഒരു വലിയ നുണയുണ്ട്. ഏതാ? പാരിയത്തുകാവ് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്താണ്, കുന്നനാട് നിയോജകമണ്ഡലത്തിലാണ്. 42 വർഷമായിട്ട് നടക്കുന്ന ഒരു കേസ്. ഒരാളുടെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ കയ്യേറി താമസിക്കുന്നവരുമായി ബന്ധപ്പെട്ട കേസ് എല്ലാ കോടതികളും കഴിഞ്ഞ് മേൽക്കോടതിയിൽ നിന്ന് പരമോന്നത കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നതിന് ശേഷം അത് നടപ്പാക്കാൻ പോലീസ് വന്ന ഒരു നോട്ടീസ് ഒട്ടിക്കുന്നതാണ് നിങ്ങൾ പറയുന്ന ബുൾഡോസർ രാജ്. എന്തറിഞ്ഞിട്ടാ സജീഷി പറയുന്നത്? കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 14 വട്ടം പോലീസ് അവിടെ വന്നിട്ടുണ്ട് സമാനമായ പരിപാടിയുമായിട്ട്. അത് കോടതി നിർദ്ദേശം നടപ്പാക്കുന്ന, കോടതി വിധി നടപ്പാക്കുന്നതാ. 10 വർഷക്കാലം നിങ്ങൾ ഭരിച്ച സമയത്ത് പറഞ്ഞ അവിടെ 8 വീടുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, 6 ഉണ്ടെന്നാണ് എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത്. ആ 6 വീട്ടുകാർക്ക് ഈ ഭൂമിയുടെ ഉടമസ്ഥൻ അനുകൂല വിധി കിട്ടിയ മനുഷ്യൻ തന്നെ പറഞ്ഞു ഞാൻ മറ്റൊരു ഭൂമി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കുന്ന ഭൂമിയിൽ അവർക്ക് ലൈഫ് മിഷനിൽ പെടുത്തി 6 കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് 10 വർഷം തികയുമായിരുന്നില്ലേ? അത് ചെയ്യാത്ത മുൻ MLA PV ശ്രീനിജൻ ഇന്ന് അവിടെ പോയി ഒരു മാസം ഒന്ന് കാണിച്ചപ്പോൾ നാട്ടുകാർ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പണി തീർന്നു. വെറും 9 സെക്കൻഡ് കൊണ്ട് ബുൾഡോസർ രാജ് നുണ പൊളിഞ്ഞു വീണു. അത് സംസ്ഥാന സെക്രട്ടറി വരെ ആവർത്തിച്ച് പറയുക. പണ്ട് മുദ്രാവാക്യം കേട്ട് കഴുത്തുളുക്കി മറ്റേ ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കിടന്ന വീണ ജോർജിന്റെ കഥ പോലെ ഒരു കഥയായിരുന്നു ഈ പാരിയത്തുകാവിലെ കിഴക്കമ്പലത്തുനിന്ന് കേട്ട മലയിടംതുരുത്തുനിന്ന് കേട്ട ബുൾഡോസർ രാജും. നാണമില്ലേ ഇത് പറയാൻ? 2-ാം ദിവസം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അവിടെ ഏതെങ്കിലും ഉന്നതിയിൽ വിട്ട് ആളുകളുടെ വീട് പൊളിക്കുമെന്ന് സാമാന്യ ബോധമുള്ള ഏതെങ്കിലും സഖാവ് വിശ്വസിക്കുമോ? കിഴക്കമ്പലം പഞ്ചായത്തിലും അല്ലെങ്കിൽ മലയിടംതുരുത്ത് ഭാഗത്തുള്ള CPM-കാർ വിശ്വസിക്കുന്നുണ്ടോ? ഇത്രയും കാലം അത് അവിടുത്തെ പൗരസമിതിയുടെ എല്ലാവരും കൂടിയിട്ടുള്ള സംയുക്ത സമരസമിതിയായിരുന്നു. നിങ്ങൾ തോറ്റ് പുതിയ സർക്കാർ അധികാരം പറ്റി 2-ാം ദിവസം അത് CPM-ന്റെ സമരസമിതിയായി മാറി. രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ പൊതുസമൂഹത്തിൽ ഇടപെടുന്ന മനുഷ്യരാ. അപ്പൊ ഏകപക്ഷീയമായിട്ട് പറയാൻ പാടില്ല. അവിടെ എന്ത് ബുൾഡോസർ രാജ് നടത്തി? 10 വർഷക്കാലം നിങ്ങൾ എന്ത് ചെയ്തു ആ വിഷയത്തിൽ? 14 വട്ടം പിണറായി വിജയന്റെ പോലീസ് അവിടെ പോയി നോട്ടീസ് ഒട്ടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോ 42 വർഷമായിട്ട് നടക്കുന്ന ഒരു കേസ് കോടതി വിധി നടപ്പാക്കാൻ പോലീസ് പോകുന്നു. അതിൽ ഇന്ന് നിങ്ങൾ പറയുന്നത് പൊരിഞ്ഞ നുണ. അതുപോലത്തെ ഒരു കള്ളമാണ് ഇപ്പോൾ പറഞ്ഞത്. വിജ്ഞാപനം ഇല്ലാത്ത വിജ്ഞാപനമാണ് റദ്ദാക്കിയതെന്ന്. ഇല്ലാത്തത് എങ്ങനെയാ റദ്ദാക്കാൻ പറ്റുക? ഇല്ലാത്തത് എങ്ങനെയാ റദ്ദാക്കാൻ പറ്റുക? അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് നുണയാണ്. അതാ ഞാൻ പറഞ്ഞത്. ഈ തോൽവിക്ക് ഇപ്പൊ കിട്ടിയ തോൽവി മാത്രമല്ല ഈ നുണയും ന്യായീകരണം കൊണ്ട് നിങ്ങൾ നേടിക്കുന്നത്. ഇനി വരാൻ പോകുന്ന തോൽവികൾ കൂടി ഇരന്നു വാങ്ങുന്ന ന്യായീകരണവും പച്ച നുണകളുമാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിഷ, അതിന്റെ പേര് പ്ലെബിസൈറ്റ് എന്നാ. ജനഹിതം മാനിക്കുക എന്നുള്ള. ഏകാധിപതിയായ ഒരു മുഖ്യമന്ത്രി പാവപ്പെട്ടവന്റെ പറമ്പിൽ അതിക്രമിച്ച് കയറി അടുക്കളയിൽ വരെ മഞ്ഞക്കുറ്റി ഇട്ടിട്ട് ഭൂമി ക്രയവിക്രയം തടസ്സപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാർക്ക് ക്ഷേമനിധിയും ക്ഷേമ പെൻഷനും കൊടുക്കാൻ പറ്റാതെ KSRTC-യിൽ ശമ്പളം മുടങ്ങുന്ന കാലത്ത് 2.5 ലക്ഷം കോടി രൂപയുടെ സ്വപ്ന പദ്ധതി നടപ്പാക്കുമെന്നുള്ള തിട്ടൂരം പറഞ്ഞ് തിണ്ണമിടുക്ക് കാണിക്കുമ്പോൾ ജനങ്ങൾ പെരുവഴിയിൽ തല്ലുകൊണ്ട് ജയിലിൽ പോയതിനു ശേഷം ആ ജനങ്ങളുടെ ഹിതം അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിക്കപ്പെടുമ്പോൾ ആ ജനഹിതത്തിലൂടെ അധികാരത്തിലെത്തിയ ഒരു മുഖ്യമന്ത്രി നടപ്പാക്കിയ പ്ലെബിസൈറ്റ് ആണത്. ആളുകളുടെ ഹിതപരിശോധന നടത്തി ആ ഹിതം കൃത്യമായിട്ട് പ്രഖ്യാപിച്ച തീരുമാനമാണത്. ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവർ ഈ തെരഞ്ഞെടുപ്പ് അല്ല തോറ്റത്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ കൂടി തോൽക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഇപ്പൊ സജീഷിനെ പോലുള്ള ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. MV ഗോവിന്ദൻ പറഞ്ഞത് ഇത് നേരത്തെ നിർത്തിയതാണ്, ഇപ്പോൾ പൂർണ്ണമായി നിർത്തി എന്നേ ഉള്ളെന്ന്. നേരത്തെ നിർത്താനുള്ള കാരണം എന്താ? കേന്ദ്ര സർക്കാർ അനുമതിയില്ല, കേരളത്തിന്റെ സാമൂഹ്യ പാരിസ്ഥിതിക സാഹചര്യങ്ങൾക്ക് അനുയോജ്യമല്ല, എല്ലാ തരത്തിലുമുള്ള പരിശോധനകളിലും നെഗറ്റീവായിട്ടുള്ള ഒരു പദ്ധതിയാണ്, അതുകൊണ്ട് നിർത്തേണ്ടി വന്നു. അല്ലെങ്കിൽ അപ്പം വെക്കാൻ പോകാമായിരുന്നല്ലോ. അപ്പൊ ഇപ്പോഴും തിരുത്തൽ വരുത്താൻ തീരുമാനമില്ലാത്ത ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിന് ശേഷം തിരുത്തൽ വരുത്തുമെന്നൊക്കെ പറയുന്നത് നാടകമാണെന്ന് മനസ്സിലായില്ലേ? ഇവിടെ ഇതിന് ബാധിക്കപ്പെട്ട മനുഷ്യർ
സാമ്പത്തികമായിട്ട് പ്രയാസപ്പെട്ടു, അവരുടെ ജീവിത മാർഗങ്ങൾ തടസ്സപ്പെട്ടു, കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി, ഊരുവിലക്കുണ്ടായി, കൃഷി ജീവന മാർഗങ്ങൾ തടസ്സപ്പെട്ടു, പാർട്ടിക്കാരുടെ ഭീഷണി, കോടതി വ്യവഹാരങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം, ജയിൽവാസം, പോലീസ് മർദ്ദനം, ശാരീരികവും മാനസികവുമായിട്ടുള്ള അതിക്രമങ്ങൾ, ഇതെല്ലാം അതിജീവിച്ച ആ മനുഷ്യരുടെ മുമ്പിൽ നീതിയുടെ വാചകമാണ് ഇന്ന് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞത്, കേരളയിൽ വരില്ല കേട്ടോ എന്ന്. ഇവർക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇത് എന്തുകൊണ്ടാണ്. ഈ മഞ്ഞക്കുറ്റി ഇടാൻ വേണ്ടിയിട്ട് 100 കോടി രൂപയാണ് പാവപ്പെട്ടവന്റെ നികുതി പണത്തിൽ നിന്ന് പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചത്. 100 കോടി രൂപ എന്ന് പറഞ്ഞാൽ 2500 പാവപ്പെട്ടവന് ലൈഫ് മിഷനിലൂടെ വീട് കൊടുക്കാനുള്ള പണമായിരുന്നു. പാവപ്പെട്ട 2500 പേർക്ക് കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള പണം കൊണ്ട് മറ്റ് പാവപ്പെട്ട കുറെ മനുഷ്യരുടെ അടുക്കളയിൽ കയറി മഞ്ഞക്കുറ്റി ഇട്ടിട്ട് ഇവർ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതിനുള്ള മറുപടിയാണ് പോളിംഗ് ബൂത്തിൽ ചെന്ന മനുഷ്യർ ചൂണ്ടുവിരൽ കൊണ്ടുകൊടുത്തത്. ഇവർക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഒരു കാരണവുമില്ലാതെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന റോസ്ലിനെ പോലുള്ള ആളുകൾ ജയിലിൽ പോയത്, ആ കുട്ടിയുടെ കരച്ചിൽ ഇന്നും മനുഷ്യർ ഓർക്കുന്നുണ്ട്. ഇതെല്ലാം ഇവർക്ക് മനസ്സിലായില്ല. ഒരു ഏകാധിപതിയായ നേതാവിനെ എല്ലാവരും കൂടി പിന്തുണച്ച് മുന്നോട്ട് പോയപ്പോ പാവപ്പെട്ടവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഇവരുടെ കർണപുടങ്ങളിൽ ഇടമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇവർ പരാജയപ്പെടുന്നത്. ഇപ്പോഴും വിശ്വസിക്കുകയാണ് CPM. ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം CPM വിശ്വസിക്കുന്നു ഇത് നല്ലതായിരുന്നു എന്ന്. എന്നിട്ട് ഇവർ പറയും ഇവർ കമ്മ്യൂണിസ്റ്റ് ആണ്, ഇവർ ലെഫ്റ്റ് ആണ് എന്ന്, ഇവർ ഇടതുപക്ഷമാണെന്ന്. കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക്, പാരിസ്ഥിതിക സാഹചര്യങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാത്ത ഒരു പദ്ധതി, അത് ഇപ്പോഴും ശരിയാണെന്ന് വിശ്വസിക്കുന്നതാണ് CPMന്റെ ഏറ്റവും വലിയ തകർച്ച. ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പല്ല ഇവർ തോറ്റത്. ഇത് ന്യായീകരിക്കുന്നതോറും അടുത്ത തെരഞ്ഞെടുപ്പുകൾ കൂടിയാണ് ഇവർ തോറ്റുകൊണ്ടിരിക്കുന്നതിനുള്ള തിരിച്ചറിവ് CPMന് ഉണ്ടാകണം.